ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു techNpets. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു റോബോട്ട് കങ്കാരുവിനെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ റോബോട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. സോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ 2 അടപ്പ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഗിയർ മോട്ടറും കൂടെ ആവശ്യമുണ്ട്. ഇതിന് ഏകദേശം 150 രൂപയ്ക്ക് വില വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലത്തെ 2 ഇരുമ്പ് കമ്പികളും കൂടെ ആവശ്യമുണ്ട്. ഇനി ഈ 2 ഇരുമ്പ് കമ്പികളും നമ്മുടെ ആ ഒരു മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഇനി ആ കമ്പി അവിടെ നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഫെവിക്വിക്കോ ഫ്ലെക്സ് ക്വിക്കോ ഒക്കെ ഉപയോഗിച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ റോബോട്ട് കങ്കാരുവിൻ്റെ ആ ഒരു വർക്കിംഗ് പാർട്ട് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എടുത്ത് 2 അടപ്പെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ 2നെ കൃത്യം നടുക്കായിട്ട് ഓരോ ഹോൾ ഇട്ടെടുക്കണം. അത് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കോമ്പസ് ഒക്കെ ഉപയോഗിച്ചിടാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഹോള് തീരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം. ഇപ്പോൾ ഞാൻ 2 ഹോളും വലുതാക്കി എടുത്തിട്ടുണ്ട്. ഈ 2 അടപ്പുകളും കൂടെ നമ്മൾ ഇതേപോലെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു എൻജിൻ പാർട്ട് നിർമ്മിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് അവിടെ ഒട്ടിയിരിക്കുന്ന അടപ്പുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഒരു ഗിയർ മോട്ടർ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ മോട്ടർ പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക വണ്ണം അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹോള് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ വലിയൊരു ഹോളാണ് നമ്മൾ ആ ഒരു അടപ്പയിൽ ഇടേണ്ടത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഒരു ഗിയർ മോട്ടർ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അകത്ത് വെച്ച് ഫിക്സ് ചെയ്യാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ അതിലൊരു ഹോൾ ഇട്ടെടുത്തത്. അതിനുശേഷം അടുത്ത അടപ്പെടുത്തതിന് മുകളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ അടച്ചതിന് ശേഷം നമുക്ക് 2ഉം കൂടെ ഗ്ലൂ ചെയ്തെടുക്കാം. സോ ഗൈസ്, ഞാൻ 2 അടപ്പുകളും കൂടെ ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു എൻജിൻ പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ 2 ചെറിയ അടപ്പുകൾ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫാബ്രിക് പെയിൻറ്റിൻ്റെ അടപ്പാണ് എടുത്തേക്കുന്നത്. ഈ 2 അടപ്പുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ കങ്കാരുവിൻ്റെ കാല് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 2 അടപ്പിൻ്റെയും കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ ഓരോ ഹോൾ ഇട്ടെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അടപ്പിനെ കുറച്ച് വിട്ട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ വിട്ട് ഇച്ചിരൂടെ കുറച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ആ ഒരു അടപ്പിൻ്റെ വണ്ണം കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ ഷാഫ്റ്റിലോട്ട് കറക്റ്റായിട്ട് അകത്ത് കയറിയിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ആ 2 അടപ്പിൻ്റെ അകത്തായിട്ട് ഓരോ കാർഡ്ബോർഡ് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തായിട്ട് വെച്ചൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു അടപ്പെടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു എൻജിൻ്റെ ഷാഫ്റ്റിലോട്ട് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ റോബോട്ട് കങ്കാരു മുന്നോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ 2 കാലുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കാലുകൾ ഞാൻ എങ്ങനെ നിർമ്മിച്ചെടുത്തെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റോബോട്ട് കങ്കാറിൻ്റെ കാല് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളത് സ്ക്രീൻഷോട്ട് വല്ലതും എടുത്ത് വെച്ചോ. ഞാനിപ്പോൾ തന്നേക്കുന്ന ഈ ഒരു മെഷർമെൻറ്റിലാണ് നിങ്ങളതിൻ്റെ കാലുണ്ടാക്കുന്നതെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കങ്കാരു വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഈ പാർട്സ് എല്ലാം സ്ക്രൂ ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ സ്ക്രൂ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ പാർട്സും മൂവബിൾ ആയിരിക്കണം. അപ്പോൾ കഴിച്ചിട്ട് ഞാൻ ആ പാർട്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പാർട്സും നല്ല സ്മൂത്തായിട്ട് തന്നെ മൂവും ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ റോബോട്ടിൻ്റെ 1ാമത്തെ കാലിൻ്റെ മേക്കിംഗ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ അടുത്ത കാലം ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അടുത്ത കാലം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാലും മറ്റേ കാല് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നമ്മുടെ മോട്ടറിലോട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ അനുഭവപ്പെടും. ഇനി നമുക്ക് ഈ 2 കാലുകളും ആ ഒരു എൻജിൻ പാർട്ടിലോട്ട് വെച്ച് ജോയിൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആ ഒരു കാല് ഇതേപോലെ വെച്ചിട്ട് ആ ഒരു വെള്ള അടപ്പയിലോട്ട് വെച്ച് സ്ക്രൂ ചെയ്താൽ മതി. അതുപോലെ തന്നെ മുകളിലത്തെ ഈ ഒരു ഹോളിലോട്ട് നമുക്കൊരു സ്ക്രൂ വെച്ചത് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ കഴിച്ചിട്ട് നമ്മുടെ കങ്കാറിൻ്റെ 1ാമത്തെ കാലിൻ്റെ മേക്കിംഗ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത കാലും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഈ കാല് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം സംഭവം നല്ല സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കങ്കാരു മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കങ്കാരുവിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി അതിനൊരു വാലുണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു അലൂമിനിയത്തിൻ്റെ ഷീറ്റാണ് എടുത്തേക്കുന്നത്. ആ ഒരു അലൂമിനിയം ഷീറ്റിലോട്ട് നേരത്തെ ആ ഒരു എൻജിൻ പാർട്ട് വെച്ചിട്ട് അത് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ വരച്ചെടുത്തിട്ട് അത് മുറിച്ചെടുത്തിട്ട് ഒരു വാലിൻ്റെ ഷേപ്പിൽ നമ്മളത് വളച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കങ്കാറിൻ്റെ വാല് റെഡി ആയിട്ടുണ്ട്. കയ്യെ ചോരയൊന്നും വരാം കേട്ടോ, അതൊരു സ്കെച്ച് പെന്നിൻ്റെ കളർ പറ്റിയേക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വാലാണ് നമുക്ക് ആവശ്യമുള്ളതും.
ഇപ്പം ഞാൻ അത് നമ്മുടെ നേരത്തെ ഒരു എഞ്ചിൻ പാർട്ടിലോട്ട് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വാല് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കങ്കാരു കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു വാല് ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ബാലൻസിങ്ങിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബോഡി മാറ്റിയിട്ട് പുതിയൊരു ബോഡി കങ്കാറിന് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാനത് പുതിയൊരു എഞ്ചിൻ പാർട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ ഷാഫ്റ്റായിട്ട് ഉപയോഗിച്ചിരുന്ന കമ്പി ഞാനങ്ങ് മാറ്റി. ആ ഒരു കമ്പിയായിരുന്നു നമ്മുടെ റോബോട്ടിൻ്റെ ബാലൻസ് കളഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആ ഒരു റോട്ടർ സിസ്റ്റത്തിനെ ഈ ഒരു ഷാഫ്റ്റിലോട്ട് തന്നെ വെച്ച് അങ്ങ് കണക്ട് ചെയ്തു. പിന്നെ നേരത്തെ ആ ഒരു വെള്ള അടപ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു റോട്ടർ മാറ്റിയിട്ട് ഞാൻ ഫുള്ള് കാർഡ്ബോർഡ് വെച്ച് തന്നെയുള്ളൊരു റോട്ടർ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ബലം കൂടിയൊരു റോട്ടറാണ്. അപ്പോൾ ഇനി ആ ഒരു പുതിയ എഞ്ചിൻ പാർട്ടിലോട്ട് നമുക്ക് നേരത്തെ ആ ഒരു കാല് വെച്ച് ജോയിൻ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെയും കാലിൻ്റെയും പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കങ്കാരിനൊരു ബോഡി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കങ്കാറിൻ്റെ ബോഡി നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ആ ഒരു എഞ്ചിൻ പാർട്ടിന് ചേർന്ന രീതിയിൽ ഒരു കങ്കാറിൻ്റെ ബോഡി ചുമ്മാ ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കങ്കാറിൻ്റെ ബോഡിയുടെ വരയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം അതേപോലെ തന്നെ ഒരു ബോഡിയും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കങ്കാറിൻ്റെ എഞ്ചിൻ പാർട്ടിലോട്ട് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ കങ്കാറിൻ്റെ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആകും. പക്ഷേ ഇപ്പോഴും രണ്ട് കൈകളുടെ കുറവുണ്ട്. അപ്പോൾ ആ കൈയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൈയും ബോഡി പോലെ തന്നെ ഒരു കാർഡ്ബോർഡിലോട്ട് വരച്ചിട്ട് അത് മുറിച്ചെടുത്ത് കഴിയുമ്പോൾ അത് റെഡിയാവും. അങ്ങനെ നമ്മുടെ കങ്കാറിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വാല് നമ്മുടെ കങ്കാറിൻ്റെ ഒട്ടും മാച്ചിങ് അല്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വാല് മാറ്റിയിട്ട് പുതിയൊരു വാല് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാല് നമുക്ക് മറ്റേതിന് പകരം ഈ സെയിം സ്ഥാനത്ത് വെച്ച് ഒട്ടിക്കാം. അങ്ങനെ കഴിച്ചാൽ നമ്മുടെ കങ്കാറ് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ടുണ്ട്. വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റോബോട്ട് കങ്കാരു വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനത്തെ ഫസ്റ്റ് ടെസ്റ്റ് നല്ല സക്സസ്ഫുള്ളി പാളിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ വിടത്തില്ല, നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യും. അങ്ങനെ സെക്കൻഡ് ടെസ്റ്റും പാളിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, നമ്മുടെ കങ്കാരുവിൻ്റെ ബാലൻസ് ഇല്ല. അതുപോലെ തന്നെ പുള്ളി റിവേഴ്സ് ഗിയറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്ക് ശരിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ കങ്കാരു അവസാനം നേരെ ചാടാൻ പഠിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ കങ്കാരു കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കാലുകളെ കൂടെ ഞാൻ കണക്ട് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ അത് എഡിറ്റ് ചെയ്തപ്പോൾ പറയാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ബൈ.